നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഏപ്രിൽ 14. ഇന്ന് വിഷു. വിദ്വേഷ തലസ്ഥാനം. കുരിശിൻ്റെ വഴി തടഞ്ഞു. കുരിശിൻ്റെ വഴി പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. ഭരണഘടനാ ലംഘനം. മുഖ്യമന്ത്രി തടഞ്ഞത് സുരക്ഷാ കാരണങ്ങളാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ശോഭായാത്രയാകാം, കുരിശിൻ്റെ വഴി വേണ്ട. ഈസ്റ്റർ വിശുദ്ധവാരത്തിൽ പ്രശസ്തമായ ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്കുള്ള കുരിശിൻ്റെ വഴി പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. ഇതോടെ 16 വർഷമായി നടന്നു വന്ന പ്രദക്ഷിണം മുടങ്ങി. അനുമതി ലഭിക്കാത്തതിനാൽ പള്ളി അങ്കണത്തിൽ പ്രദക്ഷിണം നടത്തി വിശ്വാസികൾ പിരിഞ്ഞു. ഭരണഘടനാ ലംഘനം. മുഖ്യമന്ത്രി. ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് പോലീസ് അനുമതി നിഷേധിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിഷേധിച്ചു. തടഞ്ഞത് സുരക്ഷാ കാരണങ്ങളാൽ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. എന്ത് സുരക്ഷ? സുരക്ഷ ഒരുക്കേണ്ടടുത്ത് സുരക്ഷാ കാരണങ്ങൾ തടയുകയാണ്. ശോഭായാത്രയാകാം, കുരിശിൻ്റെ വഴി വേണ്ട. ഹനുമാൻ ജയന്തി ദിനമായിരുന്ന ശനിയാഴ്ച ന്യൂനപക്ഷ മേഖലയായ ജഹാംഗീർപുരിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ശോഭായാത്രയ്ക്ക് പോലീസ് അനുമതി നൽകിയപ്പോഴാണ് ക്രൈസ്തവരോടുള്ള അനീതിയെന്ന് വിശ്വാസികൾ. ശോഭായാത്രയ്ക്ക് ആദ്യം അനുമതി നിഷേധിച്ച പോലീസ് VHP സമ്മർദ്ദം പുലർത്തിയപ്പോൾ അനുമതി നൽകുകയായിരുന്നു. സ്നേഹകേരളം. രേരമംഗലത്ത് നാലമ്പലത്തിൽ ജാതിഭേദമില്ലാതെ പ്രവേശനം. രേരമംഗലം ഭഗവതി ക്ഷേത്ര നാലമ്പലത്തിൽ ജനകീയ സമിതി പ്രവർത്തകർ ദർശനത്തിനെത്തിയപ്പോൾ പിലിക്കോട്, കാസർഗോഡ്. രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൽ ഹിന്ദുമതത്തിൽപ്പെട്ട എല്ലാ ജാതി വിഭാഗക്കാർക്കും പ്രവേശനം. ആചാരത്തിൻ്റെ പേരിലുള്ള വിവേചനം മറികടന്ന് ഞായറാഴ്ച എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവരും പ്രവേശിച്ചപ്പോൾ പിറന്നത് ചരിത്രം. നമ്പൂതിരി, വാര്യർ, മാരാർ വിഭാഗക്കാർക്ക് മാത്രമാണ് നാലമ്പലത്തിൽ നൂറ്റാണ്ടുകളായി പ്രവേശനം ഉണ്ടായിരുന്നത്. നായർ, മണിയാണി വിഭാഗത്തിലുള്ളവർക്ക് ഉത്സവ സമയത്ത് പ്രവേശനം നൽകിയിരുന്നു. ഞായർ രാവിലെ 8ഓടെ ജനകീയ സമിതി നേതൃത്വത്തിൽ 16 പേരടങ്ങുന്ന പുരുഷ സംഘം നാലമ്പലത്തിൽ പ്രവേശിച്ചു. തുടർന്ന് തൊഴാനെത്തിയവരെല്ലാം അകത്തെത്തി പ്രസാദവും വാങ്ങി. എല്ലാ വിശ്വാസികൾക്കും പ്രവേശനം അനുവദിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ശ്രമം നടത്തിയിരുന്നെങ്കിലും സാധിച്ചിരുന്നില്ല. തുടർന്ന് പ്രദേശത്തെ നിലവ് പുരുഷ സ്വയം സഹായ സംഘം അടുത്തിടെ നാലമ്പല പ്രവേശനത്തിനായി പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഗുജറാത്ത് വംശഹത്യ. കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലികളിൽ ഇളവില്ലെന്ന് കേന്ദ്രം. കൊള്ളാം. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിൽ സംഘപരിവാർ നടത്തിയ വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലികളിൽ നൽകി വന്ന പ്രായപരിധി ഇളവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി. 2007 മുതൽ നൽകി വന്ന 5 വയസ്സിൻ്റെ ഇളവാണ് ഇല്ലാതാക്കിയത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം മാർച്ച് 28 ഗുജറാത്ത് ചീഫ് സെക്രട്ടറിക്ക് മന്ത്രാലയം നൽകി. കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും അർദ്ധസേനകൾ, IR ബറ്റാലിയൻ, സംസ്ഥാന പോലീസ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മറ്റു സംസ്ഥാന കേന്ദ്ര സർക്കാർ വകുപ്പുകൾ എന്നിവയിലെ നിയമനങ്ങളിൽ നൽകിയിരുന്ന മുൻഗണനാ ആനുകൂല്യം ഉടനടി പിൻവലിച്ചുവെന്നാണ് കത്തിലുള്ളത്. വംശഹത്യക്കിരയായവരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 2007 UPA സർക്കാർ പ്രത്യേക വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ച് ഉത്തരവിട്ടത്. 2014 കേന്ദ്ര സേനകളിലേക്കും ഇൻ്റലിജൻസ് ബ്യൂറോകളിലേക്കും നിയമനം നൽകി തുടങ്ങി. കൊല്ലപ്പെട്ടയാളുടെ വിവാഹം കഴിക്കാത്ത മക്കൾ, ദത്തെടുത്ത മക്കൾ, ഭാര്യ, സഹോദരങ്ങൾ, മറ്റ് ആശ്രിതർ എന്നിവർക്കാണ് ആനുകൂല്യം ലഭിച്ചിരുന്നത്. ഇന്ന് അംബേദ്കർ ജയന്തി. നീതിയുടെ സൂര്യൻ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം
പിൻവലിക്കണം. KNTEO കേരള നോൺ ടീച്ചിങ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം FCTO ജില്ലാ സെക്രട്ടറി സി ഖാഥ ഉദ്ഘാടനം ചെയ്യുന്നു. മുണ്ടക്കൈ പുനരധിവാസം ടൗൺഷിപ്പ് നിർമ്മാണത്തിന് 100-ലധികം തൊഴിലാളികൾ 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ജോലി. ഓരോ ഗ്രൂപ്പിലും 10 എഞ്ചിനീയർമാർ. 70 ദിവസം കൊണ്ട് മാതൃകാ വീട് പൂർത്തിയാക്കി ഗുണമേന്മ ബോധ്യപ്പെടുത്തും. സംസ്ഥാനത്ത് ആദ്യം അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി ധർമ്മടം. ധർമ്മടത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു. അഭിഭാഷകൻ വാടക വീട്ടിൽ മരിച്ച നിലയിൽ. അഡ്വക്കേറ്റ് PG മനു. ജനാധിപത്യത്തെ മുൻനിരയിൽ ഉറപ്പിക്കുന്ന വിധി മന്ത്രി P രാജു. ജനാധിപത്യത്തെ മുൻനിരയിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്ന വിധിയെന്നായിരിക്കും സുപ്രീം കോടതി വിധിയെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയെന്ന് നിയമമന്ത്രി P രാജു പറഞ്ഞു. DCC ട്രഷററുടെ മകന്റെയും മരണം. കുടുംബത്തെ വഞ്ചിച്ച് കോൺഗ്രസ്. ചോദ്യങ്ങളിൽ ക്ഷോഭിച്ച് സതീശൻ. നേതാക്കളുടെ കോഴയിടപാടിൽ കുരുങ്ങി ജീവനൊടുക്കിയ വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും കുടുംബത്തെ വഞ്ചിച്ച് കോൺഗ്രസ്. വിജയന്റെ കടബാധ്യത ഏറ്റെടുക്കുമെന്ന വാഗ്ദാനം മാസങ്ങൾ കഴിഞ്ഞിട്ടും പാലിച്ചില്ല. ശനിയാഴ്ച കോഴിക്കോട്ടെത്തിയ വിജയന്റെ ഇളയ മകൻ വിജേഷിനെയും മരുമകൾ പത്മജയെയും കാണാതെ പ്രധാന നേതാക്കൾ ഒഴിഞ്ഞുമാറി. വ്യാജമദ്യം. BJP നേതാവ് എക്സൈസ് സംഘത്തെ ആക്രമിച്ചു. പോലീസിനെ ആക്രമിക്കാനും ശ്രമം. കായംകുളം. വ്യാജമദ്യം പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തെ BJP നേതാവ് കുടുംബവും ആക്രമിച്ചു. ആക്രമണത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർ നന്ദഗോപാലിന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കും. നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി ധർമ്മടത്തെ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമവാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കുന്ന വിധി. ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ അംഗീകാരമില്ലാതെ നിയമനിർമ്മാണ സഭകൾ പാസാക്കിയ ബില്ലുകൾ നിയമമായത് ഇന്ത്യയുടെ ചരിത്രത്തിലെ പുതിയ അധ്യായം. NM വിജയന്റെ കുടുംബത്തെ കോൺഗ്രസ് സഹായിക്കണം. ദേശാഭിമാനി എഡിറ്റോറിയൽ. ചരിത്ര പ്രധാനം, പ്രതീക്ഷാ നിർഭരം. 8 ദശാബ്ദത്തോളമാകുന്ന ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട പരീക്ഷണങ്ങളും അനുഭവങ്ങളും തീരെ ചെറുതല്ല. ഈ ജനാധിപത്യ ക്രമത്തിൽ നമ്മുടെ നീതിന്യായ സംവിധാനം ജുഡീഷ്യറി എവിടെ നിൽക്കുന്നു എന്നതും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ജനാധിപത്യ സംവിധാനത്തെ വികസിപ്പിക്കാനും പരിപക്വമാക്കാനും ജുഡീഷ്യറിക്ക് എത്രമാത്രം പങ്കുവഹിക്കാനാകും എന്നത് മുൻകാലങ്ങളിൽ വിവിധ കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ പരക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചില പ്രതിലോമകരമായ വിധികൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വിസ്മരിക്കാതിരിക്കുമ്പോൾ തന്നെ ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രധാന വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നത് പ്രതീക്ഷയും പ്രകാശവുമാണ്. അത്തരത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ബില്ലുകൾ വെച്ച് താമസിപ്പിക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും അധികാരമില്ലെന്ന ഏപ്രിൽ 8 വിധി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിധി. ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കുന്നതിൽ പരമോന്നത നീതിപീഠത്തിന്റെ സുപ്രധാന ഇടപെടൽ. 1955 ഏപ്രിൽ 14 70 വർഷം മുമ്പ്. കമ്മ്യൂണിസത്തിനെതിരായ ഐക്യം വേണമത്രേ. കോഴിക്കോട്. ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഐക്യമുന്നണി വേണമെന്നും അതിന് മുസ്ലിം ലീഗ് പിരിച്ചുവിട്ട് കോൺഗ്രസ് ചേരണമെന്നും മന്ത്രി സുബ്രഹ്മണ്യം ഇന്നലെ പ്രസ്താവിച്ചു. മലബാറിൽ ജനങ്ങൾ മദ്രാസ് ഗവൺമെന്റുമായി സഹകരിക്കുന്നില്ലെന്ന് അദ്ദേഹം ആവലാതിപ്പെട്ടു. പക്ഷേ സഹകരണം നേടാനുള്ള വഴിയല്ല അദ്ദേഹം. കുരിശിന്റെ വഴി പ്രദക്ഷിണം അനുമതി നിഷേധിച്ചത് ന്യൂനപക്ഷ വിരുദ്ധത. MA ബേബി. വിശുദ്ധ വാരത്തിൽ ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലേക്കുള്ള കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടി
ന്യൂനപക്ഷ വിരുദ്ധതയെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം ബംഗാളിൽ വിദ്വേഷം വിതച്ച് സംഘപരിവാർ. സംഘർഷത്തിൽ 150-ലേറെ പേർ അറസ്റ്റിൽ. സംഘർഷ മേഖലകളിൽ ഔസഫ് നടപ്പാക്കണമെന്ന് BJP. വിദ്യാർത്ഥികളെ ജയ് ശ്രീറാം വിളിപ്പിച്ച് തമിഴ്നാട് ഗവർണർ. പരിപാടിക്കിടെ വിദ്യാർത്ഥികളെ ജയ് ശ്രീറാം വിളിപ്പിച്ച് തമിഴ്നാട് ഗവർണർ RNV ത്യാഗരാജ എഞ്ചിനീയറിംഗ് കോളേജിൽ ശനിയാഴ്ച നടത്തിയ പ്രസംഗത്തിനിടെയായിരുന്നു സംഭവം. തമിഴ് കവി കമ്പരുടെ സ്മരണാർത്ഥം നടത്തിയ കമ്പർ ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പരിപാടിയിലെ സംസ്ഥാനതല പ്രസംഗത്തിലെ വിജയികൾക്കുള്ള ഉപഹാരം നൽകാനെത്തിയതായിരുന്നു അദ്ദേഹം. പ്രസംഗം അവസാനിപ്പിക്കും മുമ്പാണ് ജയ് ശ്രീറാം വിളിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടത്. ഗവർണറുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധമുയർന്നു. ഇവരൊന്നും വേറെ ജോലിയില്ലേ? BJP MLAയുടെ മകന്റെ നേതൃത്വത്തിൽ പൂജാരിയെ മർദ്ദിച്ചു. വെരി ഗുഡ്. BJP MLAയുടെ മകന്റെ നേതൃത്വത്തിലുള്ള സംഘം മധ്യപ്രദേശ് ദേവാസിലെ പ്രശസ്തമായ ചാമുണ്ഡ ദേവി ക്ഷേത്രത്തിലെ പൂജാരിയെ മർദ്ദിച്ചു. BJP നേതാവും ഇൻഡോർ MLAയുമായ ഗോലു ശുക്ലയുടെ മകൻ രുദ്ര ശുക്ലയും സംഘവും 10ഓളം കാറുകളുടെ അകമ്പടിയോടെ വെള്ളി അർദ്ധരാത്രി ക്ഷേത്രത്തിലെത്തി തൊഴാനായി അകത്ത് കയറാൻ ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെട്ടു. രാത്രി പ്രവേശിക്കുന്നതിന് ആചാരപരമായ വിലക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പൂജാരി വിസമ്മതിച്ചു. തുടർന്ന് രുദ്രാക്ഷന്റെ അനുയായി ജിതേന്ദ്ര രഘുവംശി പൂജാരിയെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. പൂജാരിയുടെ പരാതിയിൽ ജിതേന്ദ്രയ്ക്കെതിരെ കേസെടുത്തെങ്കിലും MLAയുടെ മകനെ ഒഴിവാക്കി. പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണി ഫോൺ എത്തിയതായും പൂജാരി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ജസ്വീന്ദർ സിംഗ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേസിൽ MLAയുടെ മകനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മധ്യപ്രദേശിൽ 30 വർഷം പഴക്കമുള്ള മദ്രസ പൊളിച്ചു നീക്കി. അനധികൃതമായി നിർമ്മിച്ചുവെന്നാരോപിച്ച് മധ്യപ്രദേശിലെ 30 വർഷം പഴക്കമുള്ള മദ്രസ പൊളിച്ചു നീക്കി. വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നതിന് പിന്നാലെയാണ് നടപടി. പന്ന ജില്ലയിലെ മദ്രസയാണ് ശനിയാഴ്ച പൊളിച്ചു നീക്കിയത്. വഖഫ് നിയമം നിലവിൽ വന്ന ശേഷം പൊളിച്ചു നീക്കുന്ന ആദ്യ കെട്ടിടമാണിത്. വഖഫ് ഭേദഗതി ബിൽ പാസ്സായതോടെ കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചുവെന്ന് കാണിച്ച് കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് ലഭിച്ചിരുന്നു. പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നാണ് മദ്രസ അധികൃതർ പറയുന്നത്. സമരം രാഷ്ട്രീയ പ്രേരിതം, സാംസ്കാരിക നായകർ തിരിച്ചറിയണം. മന്ത്രി. ഒരു വിഭാഗം ആശാ തൊഴിലാളികളുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സാംസ്കാരിക നായകർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും മന്ത്രി V ശിവൻകുട്ടി. സൗജന്യ യാത്രാ പാസ് നിഷേധിച്ച് സമരം ചെയ്ത ലോക്കോ പൈലറ്റുമാരോട് റെയിൽവേയുടെ പ്രതികാര നടപടി. സമരം ചെയ്ത 230 ലോക്കോ പൈലറ്റുമാർക്കാണ് 2026 സൗജന്യ യാത്രാ പാസ് നിഷേധിച്ച് ഉത്തരവിറങ്ങിയത്. മലയാള ഭാഷാ ബില്ലിലും കേന്ദ്രം അടയിരിക്കുന്നു. പാസാക്കിയിട്ട് 10 വർഷം. കേരള നിയമസഭ 2015 പാസാക്കിയ മലയാള ഭാഷാ ബില്ലിന് 10 വർഷമായിട്ടും അംഗീകാരം നൽകാതെ കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി കാത്തുകിടക്കുകയാണ് മലയാള ഭാഷാ വ്യാപനവും പരിപോഷണവും ബില്ലുകൾ അകാരണമായി വൈകിക്കരുതെന്ന സുപ്രീം കോടതി വിധിയോടെ ഈ ഭാഷാ ബില്ലും ചർച്ചയാകുകയാണ്. 1969 ഔദ്യോഗിക ഭാഷാ ആക്ട് പ്രകാരം കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ ആണ്. ഇത് റദ്ദാക്കി മലയാളം മാത്രമാക്കാനാണ് സമഗ്ര ബിൽ നിയമസഭ പാസാക്കിയത്.